എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ടെക് മല്ലുവിലേക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അൺബോക്സിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഒരു 6 അടി വലിപ്പമുള്ള ഒരു ബോക്സ് ആണ് ഞാൻ ഇന്ന് തുറക്കാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇത് ഞാൻ എവിടെ നിന്ന് മേടിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിലിന്റെ സമയത്ത് വാങ്ങിച്ച ഒരു സാധനമായിരുന്നു. അപ്പൊ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനമാണെങ്കിൽ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാക്കിങ്ങും ടേപ്പിങ്ങും മറ്റും ആമസോണിന്റെ ബ്രാൻഡഡ് ആണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിന്റെ സെല്ലർ 2 വെബ്സൈറ്റിലും പ്രൊഡക്ട്സ് വിൽക്കുന്ന ആളായിരിക്കാം. അയാളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ആമസോണിന്റെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തിനാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനമായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്നും ബിഗ് ബില്യൺ സെയിലിന്റെ സമയത്ത് വാങ്ങിച്ച ഒരു സാധനമായതുകൊണ്ട് എനിക്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പൈസയ്ക്കാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്താണെന്ന് പിടികിട്ടി കാണാം. പാക്കേജിന്റെ പുറത്ത് ഇതിന്റെ ലോഗോവും മറ്റും കാണുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഡുറാഫിറ്റിന്റെ ഒരു ട്രെഡ്മിൽ ആണ്. അപ്പോൾ പലർക്കും ട്രെഡ്മിൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാണെങ്കിൽ പോലും ഇത് ഒരു ട്രെഡ്മിൽ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ട്. ഒരു ഹോം ട്രെഡ്മിൽ ബേസിക്കലി. അപ്പൊ ഇതൊരു കൊമേഴ്ഷ്യൽ യൂസിനുള്ള ട്രെഡ്മിൽ അല്ല ഞാൻ കാണിക്കുന്നത് പോലെ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് ഇത്. അതായത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു എന്താ പറയാ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 ക്ലാംസ് എന്ന് പറയുന്നത് സൈഡിലേക്ക് പോകുന്ന 2 ക്ലാംസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്ന പോലെ വളരെ ഹെവിയും വളരെ സ്റ്റഡിയുമായിട്ടുള്ള ക്ലാമ്പ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ട സ്ക്രൂസും മറ്റു കാര്യങ്ങളുമാണ് ഇതിന്റെ ഫിറ്റിങ്ങിന് വേണ്ടി. അപ്പോ പിന്നെ ഇതിന്റെ സൈഡിലേക്ക് വരുന്ന ഒരു സാധനമാണ് ഇത്. ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതാണ് ഇതിന്റെ ഹെഡ് യൂണിറ്റ്. ഇത് ഞാൻ ബേസിക്കലി നിങ്ങൾക്ക് നല്ല മനോഹരമായ രീതിയിൽ അവസാനം കാണിച്ചു തരാം. ഇനി ഇത് നമ്മുടെ റണ്ണിങ് ഏരിയ. ഇതിന്റെ ലോഗോയുടെ സ്ഥലത്താണ് ഇതിന്റെ മോട്ടർ ഇരിക്കുന്നത്. അപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി വളരെ ഹെവിയാണ്. നമുക്ക് ഫിറ്റിങ്ങിന് ശേഷം ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഘടിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് പോലെ മെല്ലെ മനോഹരമായ രീതിയിൽ ഇത് താണു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റണ്ണിങ് ഏരിയ പൊന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ആ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഉപയോഗിച്ച് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ട്രെഡ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും മറ്റും വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ ഈ ഡൂറാഫിറ്റിന്റെ ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് മേടിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അതായത് ഇത് ഒരു 2.5 HP ഒരു ട്രെഡ്മില്ലാണ്. അതായത് ഇതിന്റെ പീക്ക് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 5 HP ആണ്. 5 ഹോഴ്സ് പവർ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സേഫ്റ്റി കീ ആണ്. അത് നമ്മുടെ ഷർട്ടിന്റെ മുകളിലേക്ക് പോവുകയും നമ്മൾ വീഴുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ഈ ട്രെഡ്മിൽ ഓഫ് ആവുകയാണ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇത് ഒരു 5 HP ട്രെഡ്മില്ലാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രെഡ്മില്ലാണ്. 2.5 HP ആണ് ഇതിന്റെ കണ്ടിന്യൂസ് പവർ എന്ന് പറയുന്നത്. അപ്പൊ മിനിമം നിങ്ങൾ ഒരു എന്താ പറയാ ഒരുപാട് കാലത്തേക്കുള്ള ഒരു ട്രെഡ്മിൽ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായും മിനിമം 2.5 HP ഒരു ട്രെഡ്മിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇതിലുള്ള ഓപ്ഷൻസും ഫീച്ചേഴ്സുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു പേഴ്സണലി ഡെഡിക്കേറ്റഡ് MP3 പ്ലെയർ ഇതിന്റെ ഉള്ളിലുണ്ട്. അതായത് ഔട്ട്പുട്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ഒരു MP3 പ്ലെയർ ഞാൻ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്ന പോലെ ഞാൻ ഇതിലൊരു MP3 പ്ലെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അത് ഉപയോഗിച്ച് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ട്രെഡ്മില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ മനോഹരമായ ട്രെഡ്മില്ലാണ്. ഇതിന്റെ പ്രൈസും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നവരെ നന്ദി, നമസ്കാരം.